ഇന്ന് നമുക്ക് 12th ജാനുവരി 2026 ഒരു എൻട്രി നോക്കാം. GBP/USD ഒരു ലണ്ടൻ സെക്ഷൻ്റെ എൻട്രി നോക്കാം. യൂഷ്വലി പോലെ മന്ത്ലി ബയാസിലേക്ക് പോകാം, മന്ത്ലി ക്യാൻഡിൽസിലേക്ക് പോകാം, മന്ത്ലി എന്താണെന്ന് നോക്കാം. മന്ത്ലി സെയിം ലാസ്റ്റ് പറഞ്ഞ പോലെ റേഞ്ചാണ്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടില്ല. CRT തന്നെ എക്സിസ്റ്റ് ചെയ്യുകയാണ്. പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞ പോലത്തെ സെയിം വീക്കാണല്ലോ, സെയിം CRT തന്നെ. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അതിനകത്തൊന്നും. സെയിം ബീറിഷ് ബയാസാണ് മന്ത്ലിയിൽ കിടക്കുന്നത്. അതിനകത്ത് ഈ FEG ആണ് എടുത്തേക്കുന്നത്. പ്രീവിയസ്ലി പറഞ്ഞുകൊണ്ട് FEG എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി, മുകളിൽ CRT ഹൈയിൽ ടച്ച് ചെയ്തു, എന്നിട്ട് തിരിച്ച് താഴോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മേ ബി താഴോട്ടേക്കായിരിക്കും, നമുക്ക് നോക്കാം. അപ്പം മന്ത്ലിയിൽ ഒരു ബീറിഷ് ബയാസസ് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. വീക്ക്ലിയിൽ നോക്കുമ്പോൾ വീക്ക്ലിയിൽ സെയിം തന്നെ ആയിട്ട് തന്നെ നിൽക്കുന്നത്. വീക്ക്ലിയിൽ വ്യത്യാസമൊന്നുമില്ല. സെയിം CRT ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ മാറ്റങ്ങളൊന്നും, കാരണം വീക്ക്ലി ആണല്ലോ. ഒരു 2-3-4 വീക്കൊക്കെ കൂടുമ്പോഴെങ്കിൽ അത്രയും മൂവ്മെൻറ്റ് വന്നാലേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുള്ളൂ. ഇതിനകത്തോടത്തോളം ഇങ്ങനെ പെല്ല താഴോട്ട് വീക്ക്ലി വരുമ്പോൾ വലിയ മാറ്റങ്ങൾ വരുന്നത് ഡെയിലിയിലും 4 ഹവറിലൊക്കെയാണ് വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. സോ വീക്കിലിയും സെയിം ആസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ബീറിഷ് ബയാസ് തന്നെയാണ്. പ്രീവിയസ്ലി പറഞ്ഞ പോലെ ഇത് FEG ഈ റിജക്ഷൻ ബ്ലോക്ക് എടുത്തിട്ട് താഴോട്ടേക്ക് വരുന്ന രീതിയിൽ തന്നെ താഴേക്ക് വരികയാണ്. ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡെയിലിയിലേക്ക് സ്വിച്ച് ചെയ്യാം. ഡെയിലിയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എൻട്രി വരുന്ന 12th 12th ആകുമ്പോൾ ഈ ക്യാൻഡിൽ ഉണ്ടാവില്ല. ഇത് നമുക്ക് ഒരു CRT ഇവിടെ ബ്രേക്ക് ചെയ്തു. ഡെയിലി CRT കഴിഞ്ഞു. ആ ഒരു മാറ്റമാണ് ഇവിടെ വന്നേക്കുന്ന 12th. പുതിയ CRT വന്നു. പുതിയ CRT എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ CRT ഇതാണ്. CRT ക്യാൻഡിൽ. ഇനി ഈ CRT ക്യാൻഡിലിൻ്റെ മാനിപ്പുലേറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ താഴേക്കോ അല്ലെങ്കിൽ മേലോട്ടോ മാനിപ്പുലേറ്റ് ചെയ്യണം. ഇവിടെയുള്ള ഒരു കീ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു FEG ഇവിടെ ഉണ്ട്. മുകളിൽ ഹൈൻ്റെ അവിടെ ഒരു FEG ഉണ്ട് ഡെയിലിയിൽ. ദെൻ താഴെ ലോയിൻ്റെ അവിടെ ഉള്ളത് ഈ ഒരു OB ആണുള്ളത്. ഈ ഒരു OB ആണ് ഇവിടെ ഉള്ളൊരു കീ ലെവൽ. OBയിലാണ് മാർക്കറ്റ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ള കാര്യം. ഡെയിലിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ താഴോട്ടേക്ക് വന്നിട്ട് ഇവിടെ ഇതും ബ്രേക്ക് ചെയ്തു, ബോഡി ബ്രേക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു ലോ ആയി, കംപ്ലീറ്റ്ലി ഒരു MSS നമുക്കിവിടെ ക്രിയേറ്റ് ആയി. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ ഡെയിലിയിൽ നമുക്ക് കിട്ടി. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. MSS നോക്കാം ഇനി എന്തായിരിക്കും എന്നുള്ള കാര്യം. ഡെയിലിയിൽ നമുക്ക് മാനിപ്പുലേഷൻ ഒന്നും ആയിട്ടില്ല, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഇന്നൊരു ദിവസത്തെ ക്യാൻഡിൽ വെച്ചിട്ടാണ് മാനിപ്പുലേഷൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നോക്കുന്നത്. നമുക്കത് 4 ഹവറിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് നോക്കാം. 4 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യാം. 4 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ് വരുന്നത് 12th ആണ്. 9th ഫ്രൈഡേ ആണ് റൺ ചെയ്യാം. 12th എന്ന് പറയുമ്പോൾ 11 സൺഡേ 12th. ഇതാണ് നമ്മുടെ ക്യാൻഡിൽ. ഇതാണ് നമ്മുടെ ക്യാൻഡിൽ വരുന്നത്. അപ്പം ഇത് 21 ആണ്. 12th നമ്മുടെ എൻട്രി വരുന്നത് 5 AM ആണ്. ഇതല്ല ക്യാൻഡിൽ. മൺഡേ മോർണിംഗ് എൻട്രി ഉണ്ടാവില്ല. മൺഡേ ന്യൂയോർക്ക് സെക്ഷനിലാണ് എൻട്രി വരുന്നത്. ലണ്ടൻ സെക്ഷനിൽ എൻട്രി ഉണ്ടാവില്ല. സ്റ്റാർട്ടിങ്ങിൽ ലണ്ടനിലാണ് പറഞ്ഞെങ്കിൽ ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ 5 AM എൻട്രി വരുന്നത്. ഇതാണ് എൻട്രി വരുന്നത്. നോക്കാം എൻട്രി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കതിന് നോക്കാം. ഇതാണ് CRT 4 ഹവേഴ്സ് CRT ഹൈ, 4 ഹവേഴ്സ് CRT ലോയ്, 4 ഹവേഴ്സ് CRT ലോയ്. 4 ഹവറിൽ ഈ ഒരു IFEGയിലേക്കാണ് മാർക്കറ്റ് എത്തിയേക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ഡയറക്റ്റ് എൻട്രി ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് മാനിപ്പുലേഷൻസ് ഒന്നും പ്രതീക്ഷിക്കില്ല, ഒരു ഡയറക്റ്റ് എൻട്രി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു IFEGയോ FEGയോ എല്ലാം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു എൻട്രി എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. നോക്കാം എന്താ അവസ്ഥ എന്നുള്ള കാര്യം. 50 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. 50 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ള കാര്യം. ടർക്കി വെക്കാം. സ്പീഡൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കാം. 9:15 ഒന്നുമില്ല. 9:30 ബ്രേക്ക് ചെയ്തില്ല.
നമുക്കിവിടെ ഒരു എൻട്രി ഇട്ടേക്കുന്നത്, ഇവിടെയാണ് ഒരു FEG ഉള്ളത്. ഈ FEG എന്നൊരു എൻട്രി എന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബീറിഷ് ബയാസ് ആയതുകൊണ്ട് താഴേക്കുള്ളൊരു എൻട്രി, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു IFEG ഉണ്ട്. ഈ IFEGന്ന് ഇവിടെ ഒരു ചെറിയൊരു IFEG ഉണ്ട്, എന്താണെന്നറിയില്ല. ഈ ഒരു ചെറിയ IFEG, ഇതിൻ്റെ ഇടയിലൊരു IFEG ഉണ്ട് എൻട്രി. അത് ഞാൻ കുറച്ചും കൂടി ഇതാക്കിയിട്ട് റിഫൈൻഡ് ആക്കിയിട്ട് ഈ ഒരു FEG വെച്ചു. ഈ FEGന്ന് ഒരു എൻട്രി എന്നുള്ള രീതിയിൽ ബയാസ് എല്ലാം ബീറിഷ് ആയതുകൊണ്ട് താഴോട്ടേക്കുള്ള ഷോർട്ടാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ വെച്ചു. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് 1:2 വരെ വെച്ചു. നോക്കാം എന്തായിരിക്കും എന്നുള്ള കാര്യം, ഹിറ്റാവില്ല എന്നുള്ള കാര്യം നോക്കാം. എൻട്രി എക്സിക്യൂട്ടായി മുകളിലേക്ക് പോകുന്നു. $15 കഴിഞ്ഞു. ഇതൊരു കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള രീതിയിൽ എൻട്രി വെക്കുമായിരുന്നെങ്കിൽ, അതായത് ഇത് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള എൻട്രി വെക്കുമായിരുന്നെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് 1:2 നമുക്ക് കിട്ടുമായിരുന്നു. 1:2 എക്സിറ്റ് ആയിരുന്നു. പിന്നെ ഇവിടുന്ന് റേഞ്ചിങ് ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഈവൻ വെച്ചു. നമ്മുടെ എൻട്രി ഇവിടെ ആയിരുന്നല്ലോ, ഞാൻ എടുത്തത് റിഫൈൻഡ് അല്ലാത്തതുകൊണ്ട്, കുറച്ചുകൂടി റിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് എൻട്രി ആയതുകൊണ്ട് 1:2 വരുന്നത് ഇവിടെ ആയതുകൊണ്ടും ഞാനൊരു 15 എന്ന് പറയുമ്പോൾ ഇന്നേരം 2 ക്ലോസ് കഴിഞ്ഞു. 2 ക്ലോസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ റൺ ചെയ്യാൻ നിന്ന് ഒരു ബ്രേക്കിങ്ങിലിട്ടു. ബ്രേക്കിങ്ങിന് മുമ്പെന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് കൊണ്ടുവന്നിട്ട് കറക്റ്റ് എൻട്രി പോയിന്റിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് എക്സിറ്റ് ആവുന്ന രീതിയിൽ. ഇവിടേക്ക് മാർക്കറ്റ് 19 മണിക്ക് എത്തി. അപ്പോൾ ബ്രേക്ക് ഈവൻ അടിച്ച് എക്സിറ്റായി വിത്തൗട്ട് ലോസ് ഒന്നും ഇല്ലാതെ ബ്രേക്ക് ഈവനിൽ എക്സിറ്റായി. നമുക്ക് നോക്കാം ഇത് എന്തായിരിക്കും എന്നുള്ളത് കാര്യം. നമുക്കൊരു വെച്ചോണ്ടിരിക്കുമായിരുന്നെങ്കിൽ നമുക്കിത് കിട്ടുമായിരുന്നോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതാണല്ലോ ലെവല്. അത് ഇവിടുന്ന് മുകളിലേക്ക് പോയി സ്റ്റോപ്പ് ലോസ് അടിച്ചായിരുന്നു. അപ്പം റിഫൈൻഡ് ആക്കി വെക്കുമായിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയായിരുന്നേനെ. റിഫൈൻഡ് അല്ലാതെ കുറച്ച് ഇതായിട്ട് വെച്ചതുകൊണ്ട്, കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് വെച്ചുകൊണ്ട് കുഴപ്പമില്ല. ബ്രേക്ക് ഈവൻ വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊരു കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, ബ്രേക്ക് ഈവൻ ഉണ്ടാവും, TP ഉണ്ടാവും എന്നുള്ള രീതി പോകുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു എൻട്രിയാണ്, നല്ലൊരു എൻട്രിയാണ്. കുറച്ച് റിഫൈൻഡ് ആക്കിയിട്ട് കുറച്ചും കൂടി കൺസേർവായിട്ട് വെക്കുകയാണെങ്കിൽ ഒരു TP കിട്ടേണ്ട എൻട്രി ആയിരുന്നു. പക്ഷെ എൻട്രി ഓക്കെയാണ്, കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെയും ചെയ്യാം. SL അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് SL നമ്മൾ ഇത്രയും നോക്കിയിട്ട് SL കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു സമയം കഴിയുമ്പോൾ 2 ക്ലോസ് കഴിഞ്ഞിട്ടും എൻട്രി കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് 10 മണിക്ക് 11 മണിക്ക് ഇടയ്ക്ക് നമ്മൾ എൻട്രി എടുക്കുന്നതാണ് ന്യൂയോർക്ക് ടൈമിൽ. അത് ഒരു 1 മണിയായിട്ട് 12 മണിക്ക് 2 ക്ലോസ് ചെയ്യും. 2 ക്ലോസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് TP അടിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അടിക്കുന്ന മേലെ വെക്കാം. എന്നാലും ഒരു ഇതായെന്നുള്ള രീതി നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഒരു സ്റ്റെപ്പ് അനുസരിച്ച് ഒരു 1 മണി 2 മണി വരെ നോക്കിയിട്ട് 2 മണി കഴിഞ്ഞിട്ടും അടിച്ചിട്ടില്ലെങ്കിൽ അവിടെ SLന് വേണ്ടി വെക്കാം. SL എല്ലാം ബ്രേക്ക് ഈവനിലേക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ പിന്നെ SL അടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ SL അടിക്കാൻ വേണ്ടി വെക്കുക. SLോ അല്ലെങ്കിൽ TP ഏതെങ്കിലും ഒന്ന് അടിക്കും. സോ ഇത് ഇത്രയേ ഉള്ളൂ. ഒരു ബ്രേക്ക് ഈവൻ എടുത്തൊരു എൻട്രിയാണിത്.